ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു ടോപ്പിക്കാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി റേഷ്യോസിനെ പറ്റിയുള്ള ഒരു ചെറിയ സമ്മറി നോട്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ റെലവെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് PSC വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, അത് കമ്പനി അക്കൗണ്ട്സിലേക്കുള്ള കുറച്ച് ഉപകാരപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. DMFS എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഫിനാൻഷ്യൽ റേഷ്യോ. A financial ratio or accounting ratio which is a mathematical expression of the relationship between two accounting figures. അപ്പോൾ രണ്ട് അക്കൗണ്ടിങ് ഫിഗേഴ്സ് തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഫിനാൻഷ്യൽ റേഷ്യോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് പഠിക്കാം. The liquidity or short-term solvency means ability of the business to pay off its short-term liabilities. അപ്പോൾ ഒരു ലിക്വിഡിറ്റി റേഷ്യോനെ ഷോർട്ട് ടൈം റേഷ്യോസ് എന്നും കൂടി പറയും. അതൊരു ബിസിനസിന്റെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ്, ആ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എബിലിറ്റി ഓഫ് ദി ബിസിനസ് ടു പേ ഈസ് ഷോർട്ട് ടൈം ലയബിലിറ്റിനെ പറ്റിയാണ് ഈ ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. Inability to pay off short term liabilities affects its creditability as well as its credit rating. അപ്പോൾ ഒരു ഷോർട്ട് ടൈം സോൾവൻസി, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 12 മന്ത്സ്, നോർമൽ പീരീഡിൽ ലെസ് ദാൻ 12 മന്ത്സ് ആണ് ഷോർട്ട് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 12 മന്ത്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷോർട്ട് ടൈം പറയുന്നത് ഇപ്പോൾ ട്രേഡ് പേയബിൾസ്. ഇപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് പാർട്ടിക്ക് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിനെ പറയുന്നതാണ് ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്ററിന് പേയ്മെന്റ് കൊടുക്കുന്നത് ഒരു ഷോർട്ട് ടൈം ലയബിലിറ്റി ആണ്. കാരണം പേയ്മെന്റ് വിത്തിൻ ചിലപ്പോൾ ക്രെഡിറ്റ് പീരീഡ് ചിലപ്പോൾ 45 ഡേയ്സ് ആയിരിക്കും, 30 ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 2 മന്ത്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു ഷോർട്ട് ടൈം ലയബിലിറ്റി. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ഷോർട്ട് ടൈം ലോൺസ്, അതെല്ലാം ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി റേഷ്യോസ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി എത്രത്തോളം ഈ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് പേ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കറണ്ട് റേഷ്യോ ഉണ്ട്, പിന്നെ ക്വിക്ക് റേഷ്യോ ഉണ്ട് ഓർ ആസെറ്റ് ടെസ്റ്റ് റേഷ്യോ, നെക്സ്റ്റ് ക്യാഷ് റേഷ്യോ ഓർ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ, പിന്നെ ഉള്ളത് ബേസിക് ഡിഫൻസ് ഇന്റർവെൽ ഓർ ഇന്റർവെൽ മെഷർ റേഷ്യോസ്. അപ്പോൾ ഇത്തരം റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസിലുള്ളത്. ഷോർട്ട് ടൈം സോൾവൻസി റേഷ്യോസ്. അത് നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കറണ്ട് റേഷ്യോ എന്താണെന്ന് നോക്കാം. The current ratio is one of the best known measures of short-term solvency. It is the most common measure of short-term liquidity. അപ്പോൾ current ratio ആണ്, it is the most common measure of short-term liquidity. The current ratio measures whether a firm has enough resources to meet its current obligations. A generally acceptable current ratio is 2:1. അപ്പോൾ 2:1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി 1 രൂപയാണെങ്കിൽ അസറ്റ് 2 രൂപ ഉണ്ടാകണം. അതാണ് പറയുന്നത് കറണ്ട് റേഷ്യോ പറയുന്നത്. എന്ന് വെച്ചാൽ കറന്റ് അസറ്റ് ഉണ്ടാവണം. കാരണം ഷോർട്ട് ടൈം ലയബിലിറ്റി മെറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കറന്റ് ആയിട്ട് അസറ്റ് ഉണ്ടാവണം. കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ്, പിന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് റേഷ്യോ ഈക്വൽ ടു കറന്റ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഇതാണ് ഒരു കറന്റ് റേഷ്യോയുടെ ഫോർമുല. അപ്പോൾ നമുക്ക് കറന്റ് അസറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറന്റ് അസറ്റ് എന്ന് പറയുന്നത് ഇൻവെന്ററി പെടും, സൺട്രി ഡെപ്റ്റർ പെടും, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഉണ്ട്, പിന്നെ റിസീവബിൾ ഓർ അക്യൂറൽസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡിസ്പോസിബിൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് എനി അതർ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ കറന്റ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ കറന്റ് അസറ്റിന്റെ ഇതെല്ലാം കൂടി സമ്മായിരിക്കും കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഷോർട്ട് ടൈം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, അൺക്ലെയിംഡ് ഡിവിഡൻഡ്, എനി അതർ കറന്റ് ലയബിലിറ്റീസ്. ഇപ്പോൾ ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യില്ല, ഇത് പ്രൊപ്പോസ് ചെയ്യണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും അൺക്ലെയിംഡ് ഡിവിഡൻറ്റും ഇത് കറന്റ് ലയബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് മോസ്റ്റ് കോമൺ മെഷർ ഓഫ് ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആണ് കറന്റ് റേഷ്യോ. കറന്റ് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. അക്സെപ്റ്റബിൾ കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. നെക്സ്റ്റ് ക്വിക്ക് റേഷ്യോ. Quick ratio is sometimes called as acid test ratio, and it is one of the best measure of liquidity. An acid test of is 1:1 is considered satisfactory. Quick ratio 1:1 satisfactory ആണ്. Quick ratio or acid test ratio equation, quick asset divided by current liability.
അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നോക്കണം, ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി. അപ്പോൾ ക്വിക്ക് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ് അസറ്റ് മൈനസ് ഇൻവെൻട്രീസ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ഈ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അത് കൺവേർട്ട് ചെയ്യാൻ പറ്റണം, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസിൻ്റെ കേസ് എടുത്താൽ അതിൻ്റെ ആ ഇൻവെൻട്രീസ് നമുക്ക് സെയിൽ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും, അത് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊരു ക്വിക്ക് അസറ്റ് അല്ല. പക്ഷെ അപ്പോൾ ഇതിൽ നിന്ന് ഈ പ്രീപെയ്ഡ് എക്സ്പെൻസും ഇൻവെൻട്രീസും കുറച്ച് കിട്ടുന്ന അതാണ് ക്വിക്ക് അസറ്റ്, കറന്റ് അസറ്റ്. നമുക്കറിയാം കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പെടും. ഇതിൽ നിന്ന് ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് അസറ്റ്സ് കിട്ടും. കറന്റ് ലയബിലിറ്റി നേരത്തെ കണ്ടത് തന്നെ ഈ സെയിം തന്നെയാണ്. അപ്പോൾ ഇൻഡിക്കേഷൻ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി. അടുത്ത റേഷ്യോ ആണ് ക്യാഷ് റേഷ്യോ ഓർ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. The cash ratio measures the absolute liquidity of the business. The ratio considers only the absolute liquidity available with the firm. The ratio is calculated as cash ratio is equal to cash and bank balance plus marketable securities divided by current liabilities. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസും പിന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും, കാരണം ഇത് നമുക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമേ ക്യാഷ് റേഷ്യോയിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. കറന്റ് ലയബിലിറ്റി നേരത്തെ കണ്ട എല്ലാം തന്നെ പെടും. അടുത്തതാണ് ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ. ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ വുഡ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് ദ കമ്പനി കാൻ കവർ ഇറ്റ്സ് ക്യാഷ് എക്സ്പെൻസസ് വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് അഡീഷണൽ ഫിനാൻസിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനി ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ കമ്പനിയുടെ ബേസിക് കാര്യങ്ങൾ മെറ്റ് ചെയ്യണം, ബേസിക് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് എത്ര നാൾ വരെ കമ്പനിക്ക് അത് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതാണ് ഈ ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രീസ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. നോർമലി 360 ആണ് എടുക്കുന്നത്, 365 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 360 എടുക്കാം, അത് ഏതെടുത്താലും കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റത്തെ അറിയാം, ഇത് ക്വിക്ക് അസറ്റിൻ്റെ ഫോർമുലയാണ്. കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രീസ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് ക്വിക്ക് അസറ്റിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് ബൈ ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജനറൽ എക്സ്പെൻസ് മൈനസ് ഡിപ്രീസിയേഷൻ ആൻഡ് അതർ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് മൈനസ് ഡിപ്രീസിയേഷൻ ആൻഡ് നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നോർമൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തൊക്കെയാണോ അതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബേസിക് ഡിഫൻസ് ഇൻ്റർവെല്ലിൽ ഇതാണ് ഇക്വേഷൻ, ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് വെച്ചാൽ പെർ ഡേ കോസ്റ്റ് എത്ര നാൾ വരെ നമുക്കത് മെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ കറണ്ടും നോൺ കറണ്ട് അസറ്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ കറണ്ട് അസറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ആൻ അസറ്റ് ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് കറന്റ് വെൻ ഇറ്റ് ഇസ് സാറ്റിസ്ഫൈ എനി ഓഫ് ദി ഫോളോയിങ് ക്രൈറ്റീരിയ. അപ്പോൾ ഇതിനകത്ത് താഴെ പറഞ്ഞിട്ടുള്ളതിനകത്ത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ ഇപ്പോൾ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്, ഈ 4 മെറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരെണ്ണം മെറ്റ് ചെയ്താൽ മതി. ഫസ്റ്റത്തെ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഇൻ ഓർ ഈസ് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ ഓർ കൺസപ്ഷൻ ഇൻ ദ കമ്പനി നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇപ്പോൾ ഒരു കമ്പനിയുടെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ അത് റിയലൈസ് ചെയ്യും, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യും, അല്ലെങ്കിൽ അത് കൺസപ്ഷൻ ചെയ്യും. അത് അങ്ങനെയാണെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കൺസൾട്ടൻസി സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല, കൺസൾട്ടൻസി എടുക്കേണ്ട, ഞാനൊരു സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ നമുക്കറിയാം വെജിറ്റബിളിൻ്റെ സെയിലാണെന്ന് വിചാരിക്കുക, വെജിറ്റബിൾസ് മാത്രമേ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ അവിടേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങി, കുറച്ച് ടേബിൾ വാങ്ങി, കുറച്ച് കസേര വാങ്ങി. അപ്പോൾ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ലോങ് ടൈമിലേക്കുള്ള ഇതാണ്. ഞാനത് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഞാനത് സെയിൽ ചെയ്യില്ല, കൺസപ്ഷൻ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ആ വെജിറ്റബിൾസ് ആണ്. ഞാനൊരു വെജിറ്റബിൾ ഷോപ്പാണ്, അപ്പോൾ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഈ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ആ വെജിറ്റബിൾസ് ആണ്, അപ്പോൾ അത് കറണ്ട് ആണ്. ആ ടേബിൾ, കസേര, അതെല്ലാം അത് നോൺ കറണ്ട് ആണ്. അപ്പോൾ അങ്ങനെ വേണം അത് റിയലൈസ് ചെയ്യാൻ, കാരണം അതെൻ്റെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഞാനത് റിയലൈസ് ചെയ്യില്ല, അല്ലെങ്കിൽ സെയിൽ ചെയ്യില്ല. പിന്നെ ഇറ്റ് ഹെൽഡ് പ്രൈമറി ഫോർ ദ പർപ്പസ് ഓഫ് ബീങ് ട്രേഡഡ്. ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ആ വെജിറ്റബിൾ ഷോപ്പിലേക്ക് ഞാൻ എൻ്റെ ടേബിള് കസേര എല്ലാം വാങ്ങി, കാരണം അത് ടേബിളും കസേരയും ഞാൻ വിൽക്കുന്നില്ല, ഉള്ളി ആ വെജിറ്റബിൾ മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമറി ഫോർ ദ പർപ്പസ് ഓഫ് ബീങ് ട്രേഡഡ്.
പിന്നെ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് വിത്തിൻ 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞ് 12 മന്തിനുള്ളിൽ അത് റിയലൈസ് ചെയ്യും. റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് നോർമലി ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഉദ്ദേശിക്കുന്നത് 31 മാർച്ചിനാണ് ഇപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് വരുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 മുതൽ നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെയാണ്. ആ മാർച്ചാണ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. ആ റിപ്പോർട്ടിംഗ് ഡേറ്റ് തുടങ്ങി 12 മാസത്തിനുള്ളിൽ അത് റിയലൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് കറന്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലന്റ് അൺലസ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ബീയിങ് എക്സ്ചേഞ്ച് ഓർ യൂസ്ഡ് ടു സെറ്റിൽ എ ലൈബിലിറ്റി ഫോർ അറ്റ്ലീസ്റ്റ് 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ ഇതിനെ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ്, ക്യാഷും ക്യാഷ് ഈക്വലൻസ് എപ്പോഴും കറന്റ് ആയിരിക്കും അൺലസ് ഇറ്റ് ഈസ് restricted to being exchanged or used to settle a liability for at least 12 months after the reporting date. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു 1 year കഴിയുമ്പോൾ എനിക്കൊരു ലൈബിലിറ്റി മീറ്റ് ചെയ്യും. എനിക്കൊരു 1,00,000 എനിക്ക് മീറ്റ് ചെയ്യാൻ വേണം. ഒരു ലൈബിലിറ്റി ഒരു 1 year കഴിയുമ്പോൾ എനിക്ക് ഒരു 1,00,000 എക്സ്പെൻസ് ഇൻക്വയർ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 1,00,000 ഒരു FD തുടങ്ങിയിട്ട് ആ FD ഞാൻ ആ ലൈബിലിറ്റി മെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നോൺ കറന്റ് ആണ്. കാരണം 12 months കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യുള്ളൂ, 1 year കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നോർമൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആണ്. പക്ഷേ ഇറ്റ് റെസ്ട്രിക്റ്റഡ് ഫ്രം ബീങ് എക്സ്ചേഞ്ച്. ഞാനത് യൂസ് ചെയ്യുന്നത് ആ 1 year ആ ലൈബിലിറ്റി മെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അത് നോൺ കറന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലാത്ത എല്ലാ കേസിലും അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കറന്റ് ആണ്. പിന്നെ ഇതിൽപ്പെടാത്ത എല്ലാ കേസും നോൺ കറന്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറന്റ് ആണ്. അല്ലാതെ വരുന്ന എല്ലാ കേസും അത് നോൺ കറന്റ് ആണ്. അപ്പോൾ ഇതാണ് കറന്റ് അസറ്റിന്റെ ഡെഫിനിഷൻ. ഇനി കറന്റ് ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ ലയബിലിറ്റി ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് കറന്റ്. ഒരു ലയബിലിറ്റി എപ്പോഴാണ് കറന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. എനി ഓഫ് ദി ഫോളോയിങ് ക്രൈറ്റീരിയ മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് ഇൻ ദ കമ്പനി നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ 12 months ആണ്. അപ്പോൾ ആ 12 monthsനുള്ളിൽ അത് എക്സ്പെൻസ് മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറന്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമറി ഫോർ ദ പർപ്പസ് ഓഫ് ബീങ് ട്രേഡഡ്. അപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കറന്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. പിന്നെ ഇറ്റ് ഈസ് ഡ്യൂ ടു ബി സെറ്റിൽ വിത്തിൻ 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. റിപ്പോർട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 12 monthsന് അത് സെറ്റിൽ ചെയ്യും. The company does not have an unconditional right to defer the settlement of the liability for at least 12 months after the reporting date. The term of liability that could, at the option of the counterparty, that result in the settlement by the issue of equity instruments do not affect its classification. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഡസ് നോട്ട് ഹാവ് എനി അൺകണ്ടീഷണൽ റൈറ്റ് ടു ഡിഫർ ദ സെറ്റിൽമെന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പാർട്ടിയായിട്ട് അഗ്രിമെന്റ് വെച്ചു, അദ്ദേഹത്തിന് ലൈബിലിറ്റി പേയ്മെന്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു അഗ്രിമെന്റ് വെച്ച് അത് 1 year കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് പേയ്മെന്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോൺ കറന്റ് എക്സ്പെൻസ് ആണ്, നോൺ കറന്റ് ലൈബിലിറ്റി ആണ്. പക്ഷെ അങ്ങനെ ഒരു അൺകണ്ടീഷണൽ റൈറ്റ് ഇല്ല. അങ്ങനെ ഒരു അൺകണ്ടീഷണൽ റൈറ്റ് ഇല്ലെങ്കിൽ അത് കറന്റ് ലൈബിലിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ കറന്റ് ലൈബിലിറ്റിയുടെ ഡെഫിനിഷൻ. പിന്നെ ഇതിനകത്ത് പെടാത്ത എല്ലാ കേസും അത് നോൺ കറന്റ് ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് പഠിച്ചു. ഇത്രമാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ചെറിയൊരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് പ്രോബ്ലം. ജസ്റ്റ് ഒരു എക്സ്ട്രാക്റ്റ് മാത്രമാണ് ബാലൻസ് ഷീറ്റിന്റെ. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ജസ്റ്റ് ഇതിന്റെ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഫസ്റ്റ് നോക്കാം, ലൈബിലിറ്റീസ് നോക്കാം. ലോൺസ് ലോങ് ടൈം ലോൺസും ഷോർട്ട് ടൈം ലോൺസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ലോങ് ടൈം ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 monthsന് എബോവ് ആണ്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 12 months. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസിന് ഈ 1 lakh കൺസിഡർ ചെയ്യില്ല, ഓൺലി ഷോർട്ട് ടൈംസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കറന്റ് ലൈബിലിറ്റിയിൽ ഈ ലോങ് ടൈം ലോൺസ് പെടില്ല. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഇത്രയുണ്ട്. പിന്നെ ഇൻവെന്ററീസ് നോക്കാം, 65,000 ഇൻവെന്ററി. പിന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഗ്രേറ്റർ ദാൻ 1 year ഉണ്ട്, ലെസ് ദാൻ 1 year ഉണ്ട്. നമ്മൾ ഗ്രേറ്റർ ദാൻ 1 year ആണെങ്കിൽ അത് എടുക്കില്ല. ലെസ് ദാൻ 1 year ആണെങ്കിൽ മാത്രമേ നമ്മളത് ഇത് ലിക്വിഡിറ്റി റേഷ്യോ കണ്ടെത്താൻ എടുക്കുകയുള്ളൂ. പിന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, മെച്യൂരിറ്റി മെച്യൂരിറ്റി മോർ ദാൻ 1 year. മെച്യൂരിറ്റി മോർ ദാൻ 1 year 65,000. അതർ ഇൻവെസ്റ്റ്മെന്റ് 36,000. അപ്പോൾ നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ലെസ് ദാൻ 12 months ആണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ ഷോർട്ട് ടൈം കറന്റ് അസറ്റ് ആയിട്ട്. അപ്പോൾ ഇത് എടുക്കില്ല. പിന്നെ ഈ 1 year എടുക്കില്ല. പിന്നെ ഈ ലോങ് ടൈം ലോൺസും എടുക്കില്ല. ഈ 3 ഒഴിച്ച് ബാക്കിയല്ല കറന്റ് ലൈബിലിറ്റിയും കറന്റ് അസറ്റും ആണ്. അപ്പോൾ നമ്മളത് ആൻസർ ചെയ്യുമ്പോൾ അത് നോക്കി വേണം ആൻസർ ചെയ്യാൻ.
അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ കറണ്ട് റേഷ്യോ കിട്ടുന്നത് 1.5ഉം ക്വിക്ക് റേഷ്യോ 1:1.1ഉം ക്യാഷ് റേഷ്യോ 0.3 ആണ് വരുന്നത്. ബേസിക് ഡിഫൻസ് ഇൻ്റർവെൽ 243 ഡേയ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിൻഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കറണ്ട് അസറ്റ് 2,68,200, കറണ്ട് ലയബിലിറ്റി 1,74,700, ക്വിക്ക് അസറ്റ് 1,98,000, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2,97,150 ആണ് വരുന്നത്. ഇവിടെ ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡാറ്റ എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.